guys, welcome to 1 million subscribers. അപ്പോൾ പേര് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. 1 million എന്നുള്ളത് എൻ്റെ യൂട്യൂബ് ചാനൽ നെയിമാണ്. ഇനിയും 1 million പോയിട്ട് ഒരു 10K പോലും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല. സോ 1 million ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കീഴിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഇന്നത്തെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫുൾ ലെങ്ത് വീഡിയോ കണ്ടിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേറെ ഒന്നുമില്ല, ഒരു ബഡ്ജറ്റ് PC ആണ്. എല്ലാവരും പറയും 7,000 രൂപ 10,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു PC ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് 3,500 രൂപയ്ക്ക് താഴെ എങ്ങനെ ഒരു വീട്ടിലൊരു നോർമൽ ഹോംലി PC മീൻസ് കമ്പ്യൂട്ടർ എങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ 3,500 രൂപയ്ക്ക് എങ്ങനെ PC ഉണ്ടാക്കുന്നത് വെരി സിമ്പിൾ ആണ്. നിങ്ങളുടെ വീട്ടിൽ പ്രീ റിക്വസ്റ്റീസ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു LCD TV ഒരു LED TV ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു 3,500 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ സെറ്റപ്പ് ചെയ്യാൻ കഴിയുന്നത്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോണിറ്റർ തനിയെ വാങ്ങേണ്ടതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോയുടെ മെയിൻ പാർട്ടിലോട്ട് കിടക്കാം. നിങ്ങൾ വാങ്ങേണ്ട ഒരേ ഒരു ബോർഡാണ്. ഇതിൻ്റെ പേരാണ് റാസ്ബെറി പൈ. സോ റാസ്ബെറി പൈ 3 ഞാൻ വെച്ചിരിക്കുന്ന ബോർഡാണ് റാസ്ബെറി പൈ 3. ഇതല്ലാതെ ഇപ്പോൾ റാസ്ബെറി പൈ 4 റിലീസ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി വില ഉണ്ട്, ഒരു 4,000 to 5,000 റേറ്റ് വരുന്നുണ്ട്. അത് 2 വേരിയൻ്റ് ആണ്. 2GB റാമിലും 4GB റാമിലും ഇറങ്ങുന്നുണ്ട്. ഈ പർട്ടിക്കുലർ ബോർഡിൽ എന്ന് പറയുന്നത് ഒരു 1GB ഇൻബിൾട്ട് റാം ഉണ്ടായിരിക്കും. അതല്ലാതെ വൈഫൈ ഇൻബിൾട്ട് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഈതർനെറ്റ് ത്രൂ വയർ ലാൻ കേബിൾ കണക്ട് ചെയ്യാം. അല്ലാതെ 4 USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. 1 2 3 4 USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതല്ലാതെ നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു HDMI പോർട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു ഹെഡ്ഫോൺ ജാക്കറ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഈ അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു USB പവർ, ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് സപ്ലൈ കൊടുക്കുന്നത്, പവർ സപ്ലൈ കൊടുക്കുന്നത്. അപ്പം പവർ സപ്ലൈക്ക് നമ്മൾ ഒരു 5 വോൾട്ട് വരുന്ന രീതിയിലുള്ള മോസ്റ്റ്ലി എല്ലാ മൊബൈൽ ചാർജറും നമുക്ക് യൂസ് ചെയ്യാം പവർ കൊടുക്കാൻ. പിന്നെ ഇതിനപ്പം വിചാരിക്കും നിങ്ങൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്ക് അല്ല വേണ്ടതെന്ന് വെച്ചാൽ, ഹാർഡ് ഡിസ്കിന് വരെ ഇത് ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് മൈക്രോ SD കാർഡാണ്. അപ്പോൾ മൈക്രോ SD കാർഡിൽ നമ്മൾ ആക്ച്വലി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇനി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ മൈക്രോ SD കാർഡിൽ മോസ്റ്റ്ലി വിൻഡോസ് സപ്പോർട്ട് ചെയ്യുന്നതല്ല, വിൻഡോസിൻ്റെ ഒരേ ഒരു വെർഷൻ മാത്രം സപ്പോർട്ട് ചെയ്യും. IoT കോർ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അത് മോസ്റ്റ്ലി ആരും ഉപയോഗിച്ചിട്ടുണ്ടാകത്തില്ല. അപ്പം ഈ ഒരു പർട്ടിക്കുലർ SD കാർഡിൽ നമ്മൾ റാസ്ബിയൻ OS ഇല്ലെന്നുണ്ടെങ്കിൽ പല ലിനക്സിൻ്റെ ഫ്ലേവേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ലോകത്ത് 90% സിസ്റ്റംസും ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള അങ്ങനെ ഡെവലപ്പിംഗ് കൺട്രീസിൽ കുറച്ചെടുത്ത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ലിനക്സ് യൂസ് ചെയ്ത് വരുന്നത് അവരുടെ സ്കിൽസ് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. എസ്പെഷ്യലി അവർ IT ഡൊമൈനിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരാണ്. അപ്പോൾ ഇതാണ് ഈ ബോർഡ്. ഈ ബോർഡിന് നിയർലി ഒരു 2,500 to 3,000 രൂപ വില വരുന്നുണ്ട്. അത് ഓൺലൈൻ ഷോപ്പിങ്ങിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് മാത്രം മതി നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ വീട്ടിൽ സെറ്റപ്പ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ബോർഡ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സൈഡിൽ 4 USB പോർട്ട് ഉണ്ട്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് ബേസിക്കലി ഒരു മൗസ് ആണ്. ഒരു 150 റുപ്പീസിൻ്റെ ഒരു മൗസ്, അതുപോലെ തന്നെ 200 റുപ്പീസ് വരുന്ന രീതിയിലുള്ള ഒരു കീബോർഡ്. ഇത് രണ്ടും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൗസ് ഏതെങ്കിലും ഒരു USB കൊടുക്കാം. അടുത്ത ഒരു USB നമുക്ക് കീബോർഡ് കണക്ട് ചെയ്യാം. കീബോർഡും മൗസും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ HDMI കേബിളിൽ TV വീട്ടിൽ LCD ആണോ LED ആണെന്നുണ്ടെങ്കിൽ HDMI അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു HDMI to HDMI കേബിൾ വാങ്ങിയിട്ട് ഇതിൻ്റെ വൺ സൈഡിൽ കണക്ട് ചെയ്യുക. അത് TV വീട്ടിലെ മോണിറ്ററിൽ LCDയിലോ LED മോണിറ്ററിലോ കണക്ട് ചെയ്യുക. TV ആണെന്നുണ്ടെങ്കിൽ LCD ആണെങ്കിലോ LED ആണെങ്കിലും HDMI പോർട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ഓപ്ഷൻ ഉണ്ട്, അതാണ് ഒരു VGA. ഇപ്പോൾ ഇത് VGA ആണ്, VGA കേബിൾ. നിങ്ങൾക്ക് ഇത് VGA to HDMI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. VGA to HDMI എന്ന് പറഞ്ഞ കേബിൾ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. അതിന് ഒരു 100-150 രൂപ വില ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഒരു VGA to HDMI വാങ്ങിയിട്ട് ആ HDMI കേബിളിന് HDMI എൻഡ് ഇവിടെ കണക്ട് ചെയ്തിട്ട് VGA എന്ന് പറഞ്ഞ ഓപ്ഷൻ എല്ലാ LCDയിലും അവൈലബിൾ ആയിരിക്കും. LCD TV ആണെങ്കിൽ LED TV അവൈലബിൾ ആയിരിക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു 4-5 സെറ്റപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2,500 രൂപയ്ക്ക് ഒരു ബോർഡ്, ഒരു 150 രൂപ കീബോർഡ്, ഒരു 150-200 രൂപ മൗസ്. അപ്പോൾ മൊത്തമായിട്ട് ഒരു 3,000-നകത്തേ വരുന്നുള്ളൂ. പിന്നെ ഒരു HDMI ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 3,000-നകത്തേ വരുന്നുള്ളൂ. അപ്പോൾ ഈവൻ നിങ്ങളൊരു മൊബൈൽ ചാർജർ സഹിതം വാങ്ങുവാണെങ്കിലും 3,100-3,200 റേഞ്ചിൽ ഇത് കഴിയും. SD കാർഡ് വേണം. അപ്പോൾ ഒരു 250, സോ 3,500 റുപ്പീസ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമുക്ക് ഇപ്പം ഞാനിത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നതെന്ന് മാത്രം കാണിച്ചു തരാം. വീഡിയോയിൽ പോകാം. അപ്പോൾ നമ്മുടെ
ഈ ബഡ്ജറ്റ് പി സിയുടെ കമ്പ്യൂട്ടേഴ്സിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ആദ്യമായിട്ട് നമ്മളൊരു SD കാർഡ് വേണം. മിനിമം ഒരു 8 GB വേണം SD കാർഡ്. പിന്നെ ഞാനിവിടെ 2 റാസ്ബെറി പൈ വെച്ചിട്ടുണ്ട്. ഒരു റാസ്ബെറി പൈ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന റാസ്ബെറി പൈ. പിന്നെ നമുക്ക് ഒരു HDMI to VGA കേബിൾ വേണം. ഇതിൻ്റെ ഈ സൈഡ് എന്ന് പറയുന്നത് VGAയും അതിൻ്റെ അടുത്ത സൈഡ് എന്ന് പറയുന്നത് HDMI ആയിരിക്കും. പിന്നെ ഒരു മൗസ് വേണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കീബോർഡും വേണം. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു 22 ഇഞ്ച് മോണിറ്റർ ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ TV LCD TV LED TV ഉണ്ടെങ്കിൽ അതായാലും മതി. ഇപ്പോൾ അതിന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു VGA ഉണ്ടായിരിക്കും. VGA കേബിൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഏതൊരു VGA യൂസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ HDMI കേബിൾ ഉറപ്പായിട്ടും നിങ്ങളുടെ LED TVയുടെ കൂടെ വരുന്നുണ്ടായിരിക്കും. അപ്പം ഈ ഒരു HDMI കേബിൾ ആ ഒരു HDMI പോർട്ടിൽ കണക്ട് ചെയ്തിട്ട് അടുത്ത എൻഡ് നേരെ റാസ്ബെറി പൈയിൽ കണക്ട് ചെയ്യാം. ഇല്ല HDMI ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള VGA എടുത്ത് വൺ സൈഡ് അവിടെ കണക്ട് ചെയ്തിട്ട് ഈ സൈഡ് അതർ സൈഡ് ആ VGA എന്ന് പറയുന്ന സാധനം മുമ്പേ കാണിച്ചതുപോലെ ആ HDMI to VGA കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HDMI കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ബോർഡിൻ്റെ VGA എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്തോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം VGA കേബിൾ ഉണ്ട്, HDMI കേബിൾ. ഇപ്പം ഈ ഒരു കണക്ഷൻ വെച്ചിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഈ ബോർഡിൽ ആദ്യമായിട്ട് നമ്മൾ എന്ന് പറയുന്നത് SD കാർഡ് ഇടണം. OS എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ചെയ്യുന്നതിന് വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം OS ഈ SD കാർഡിൽ റൈറ്റ് ചെയ്തിട്ട് ആ SD കാർഡ് എടുത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള SD കാർഡ് സ്ലോട്ടിൽ ആഡ് ചെയ്യേണ്ടതാണ്. ഇൻസേർട്ട് ചെയ്യുക, നല്ല വൃത്തിക്ക് പ്രസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ VGA to HDMI കേബിൾ ഉണ്ട്. അപ്പോൾ VGA to HDMI കേബിൾ എടുത്തിട്ട് അതിൻ്റെ HDMI പോർട്ട് നേരെ നമ്മുടെ റാസ്ബെറി പൈ ബോർഡിൻ്റെ HDMI പോർട്ടിലോട്ട് കണക്ട് ചെയ്യണം. ഇതാണ് അതിൻ്റെ HDMI പോർട്ട്. ഇതാണ് നിങ്ങളുടെ VGA പോർട്ട്. അപ്പം ആ HDMI എൻഡ് എടുത്ത് നേരെ ബോർഡിൻ്റെ വലത് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോർട്ട് ഉണ്ടായിരിക്കും, HDMI പോർട്ട്. ആ HDMI പോർട്ടിലോട്ട് എടുത്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ എൻഡ് എന്ന് പറയുന്നത് VGA എൻഡാണ്. ഈ VGA എൻഡിലോട്ട് മോണിറ്ററിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് നിങ്ങളുടെ മോണിറ്ററിൽ നിന്ന് അല്ല LED TV നിന്ന് വരുന്ന ആ ഒരു VGA എടുത്ത് VGA to VGA കണക്ടറിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ VGA to VGA കണക്ടറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് അടുത്തതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കീബോർഡ് യൂസ് ചെയ്യും. അപ്പോൾ കീബോർഡ് ഈ ഏതെങ്കിലും ഒരു USB അവൈലബിൾ ആയിട്ട് 4 എണ്ണം ഉണ്ട്. 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു USB പോർട്ടിലോട്ട് കീബോർഡ് കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മൗസും അതുപോലെ തന്നെ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു USB-യിലോട്ട് മൗസും കണക്ട് ചെയ്ത് കൊടുക്കുക. അതിന് നിങ്ങൾ ഏത് USB-യിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം. സോ 4 USB അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഏതിൽ വേണമെങ്കിലും കീബോർഡും മൗസും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതായിരിക്കും. USB ആണ് സപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കണക്ഷൻസ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ USB-ക്ക് പവർ കൊടുക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു മൊബൈൽ ചാർജർ യൂസ് ചെയ്യുക. നോർമൽ ആൻഡ്രോയിഡിൻ്റെ പിന്നാണ്. അപ്പോൾ അത് എടുത്ത് നേരെ ആ മൊബൈൽ ചാർജറിൻ്റെ സ്ലോട്ട് ഉണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പവർ കൊടുക്കാനായിട്ട് വൺ എൻഡിൽ ആ സൈഡിൽ മൊബൈൽ ചാർജർ കണക്ട് ചെയ്യുക. ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്വിച്ച് ഓൺ ആക്കുക. നമ്മുടെ മൊബൈൽ ചാർജറിൻ്റെ സ്വിച്ച് ഓൺ ആക്കുക. സോ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് കോർണറിലായിട്ട് ലൈറ്റ് എരിയുന്ന കാണിക്കാം, ഒരു ഗ്രീനിഷ് കളറിൽ. അപ്പോൾ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ചെയ്ത് തുടങ്ങും. ഇപ്പോൾ മോണിറ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ടെർമിനൽ കമാൻഡ്സ് ഇങ്ങനെ റൺ ചെയ്യുന്ന കാണിക്കും. നോർമലി ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് കിട്ടുന്നത്. ഇപ്പോൾ സിസ്റ്റം ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാനാണ് റാസ്ബിയൻ OS അല്ല യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ കലി ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നത്. കലി ലിനക്സ് എന്ന് പറയുന്നത് ഹാക്കിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇപ്പോൾ ആരെങ്കിലും അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ സിസ്റ്റം ലോഡ് ആയി കഴിഞ്ഞാൽ മോണിറ്ററിൽ ലോഗിൻ പാസ്വേഡ് ചോദിക്കും. അത് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തേക്കുവാണ്. ലോഗിൻ പാസ്വേഡ് യൂസ് ചെയ്ത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് വരും. ഇപ്പോൾ ഇതാണ് ആക്ച്വലി ലിനക്സ് യൂസ് ചെയ്തവർക്ക് അറിയാം ലിനക്സിന് ഇന്റർഫേസ് ഏതാണെന്നുള്ളത്.
ഇപ്പോൾ ഞാൻ ജസ്റ്റ് സിസ്റ്റത്തിലൂടെ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഇപ്പോൾ ടെർമിനൽ ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഇതാണ് മെയിൻ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് ലിനക്സിൻ്റെ. ഇപ്പം ഞാൻ സൈഡിൽ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ നിറയെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിലിപ്പോൾ ഒരു ബ്രൗസർ അവൈലബിൾ ആയിട്ടുണ്ട്. ഇൻബിൽട്ട് ആയിട്ടൊരു ബ്രൗസർ ഉണ്ട്. ഞാൻ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ബ്രൗസർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ബേസിക് ബ്രൗസിങ്ങും കാര്യങ്ങളും എല്ലാം ഈ ഒരു സിസ്റ്റം കൊണ്ട് ചെയ്യാൻ പറ്റും. 1 GB റാം ആണെങ്കിലും ലിനക്സ് എന്ന് പറയുന്നത് ലോഡ് കുറവാണ്. ഒരു വിൻഡോസ് പോലെ നിറയെ റാമിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.